ഹുബൈബ് റളിയല്ലാഹുവിനെ തൂക്കിലേറ്റാൻ നിൽക്കുകയാണ്. ആ സമയത്ത് അമ്പ് കൊണ്ടുവന്നുകൊണ്ട് ഹുബൈബ് റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ പച്ച മാംസത്തിലേക്ക് കുത്തിക്കൊണ്ട് ഇറക്കി. ഒരുങ്ങം കൂടെ വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ നമ്മളിപ്പോൾ ഉള്ളത് മസ്ജിദ് ആയിഷ എന്ന് പറയുന്ന ആയിഷ പള്ളിയിലാണ്. ആയിഷ പള്ളിയുടെ പരിസരത്തുള്ളത്. ഇങ്ങോട്ടേക്ക് മസ്ജിദ് ആയിഷ എന്ന പേരിൽ അറിയപ്പെടും, മസ്ജിദുൽ തൻഈം എന്ന പേരിലും അറിയപ്പെടും, അതുപോലെ തന്നെ മസ്ജിദുൽ ഉംറ എന്ന പേരിലും അറിയപ്പെടും. അങ്ങനെ 3 പേരിലാണ് ഈ സ്ഥലത്തേക്ക് പറയാം. മസ്ജിദുൽ ഉംറ എന്ന് ഇങ്ങോട്ട് പറയാൻ കാരണം, പരിശുദ്ധമായ ഹറമിൽ നിന്ന് ഒരാൾക്ക് ഉംറക്ക് ഇഹ്റാം ചെയ്യണമെങ്കിൽ അവർ ഹറമിൽ വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്താൽ ശരിയാവില്ല. റൂമിൽ നിന്ന് ഇഹ്റാം ചെയ്തുകൊണ്ട് ഉംറയുടെ ഓപ്ഷൻ പറ്റൂല. ഹറമിന്റെ പുറത്തേക്ക് പോകണം. അതായത് ഹറമ് ഹില്ല് എന്ന് പറഞ്ഞാൽ ഹറമിന്റെ പുറത്തേക്ക് പറയുന്ന വാക്കാണ്. അപ്പോൾ പരിശുദ്ധമായ ഹറമിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ഹില്ല്, അതിർത്തി പലയിടങ്ങളിലുണ്ട്. അതിൽ ഏറ്റവും അടുത്തുള്ള ഒരു അതിർത്തിയാണ് ഈ കാണുന്ന മസ്ജിദ് ആയിഷ എന്നുള്ള അതിർത്തി. ഇവിടെ എഴുതിച്ചാണെങ്കിൽ അവിടെ എൻഡ് ഓഫ് ഹറം ബൗണ്ടറി, നിഹായത്ത് ഹദ്ദൽ ഹറം അല്ലേ. അതായത് അവിടെ നേരെ സ്തൂപം കണ്ടങ്ങള് അതുകൊണ്ട് ഹിജറ 340 ഉണ്ടാക്കിയതാണ്. ആകാണ് സെൻട്രൽ റോഡിൽ സ്തൂപമല്ലേ. അതായത് നമ്മളിപ്പോ എല്ലാവരും നിൽക്കുന്നത് ഹറമിലാണ്. ഈ സ്തൂപത്തിന്റെ അപ്പുറത്തേക്കുള്ളതാണ് ഹില്ല്. അപ്പോൾ ഹില്ലിൽ പോയിക്കൊണ്ടാണ് ഇഹ്റാം ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് മസ്ജിദുൽ ഉംറ എന്നുള്ള പേര് വരാൻ കാരണം കേട്ടാ. അതുപോലെ തന്നെയാണ് മസ്ജിദു ആയിഷ, അതുപോലെ തന്നെ മസ്ജിദ് തൻഈം. മസ്ജിദു തൻഈം എന്ന് പേര് വരാൻ കാരണം, എല്ലാവരും അങ്ങോട്ട് നോക്കൂ, എന്താണ് കാണുന്നത്? കണ്ടു പറഞ്ഞോളി. അങ്ങ് ആ ബിൽഡിംഗ് കണ്ടില്ല? എന്താണ് അത്ര സുന്ദരമായ ബിൽഡിങ്ങിനായിട്ട്. അതുപോലെ അപ്പൊ അവിടെ മല ഉണ്ടല്ലേ, ഈ നേരെ ഇങ്ങോട്ട് നോക്കി, ഇവിടെ കണ്ടില്ലേ ഒരു മല എന്ന് പറഞ്ഞാല് അതിൽ ഒരു മലയുടെ പേര് നഈം, മറ്റൊരു മലയുടെ പേര് നഈം. 2 മലകൾക്കിടയിലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഇതിനെ മസ്ജിദ് തൻഈം, മസ്ജിദ് ആയിഷ എന്നുള്ള പറയാൻ കാരണം, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഭാര്യമാരോട് അതിയായ മഹബത്തുള്ളവരായിരുന്നു. ഹബീബിന്റെ ജീവിതകാലത്ത് ഭാര്യമാരെ വേദനിപ്പിച്ച ഒരു ചരിത്രമില്ല. അതിനു മാത്രം ഭാര്യമാരെ മഹബത്ത് വെച്ചിരുന്നു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും കൂടെ ആയിഷ ഉമ്മയും എല്ലാവരും കൂടെ ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് ഇങ്ങോട്ട് ഹജ്ജ് ചെയ്യാൻ. ആയിഷ ഉമ്മക്ക് എന്തായി നിസ്കരിക്കാൻ, ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇഹ്റാം അല്ല, ഉംറ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇവരെല്ലാവരും കൂടെ ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇഹ്റാം ചെയ്ത് മദീനത്തെ ദുൽഹുലൈഫയിൽ വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്ത് ഇങ്ങോട്ട് വന്നു. ആയിഷ ഉമ്മ എന്തായി ശുദ്ധിയില്ലാത്ത സമയമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഉംറ പൂർത്തീകരിച്ചു. അതിനുശേഷം ഹജ്ജും പൂർത്തീകരിച്ചു. അപ്പൊ ആയിഷ ഉമ്മ ഹജ്ജിലൊക്കെ പങ്കെടുത്തു, എല്ലാം കഴിഞ്ഞു. ഉംറയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാ. അപ്പൊ ആയിഷ ഉമ്മയുടെ മുഖത്ത് ഇങ്ങനെ വിഷമം കണ്ടു. ഹബീബായ തങ്ങളുപ്പാപ്പാക്ക് എന്തായി, ആയിഷ ഉമ്മയുടെ മുഖത്ത് വിഷമം കണ്ടപ്പോ വേഗം മനസ്സിലായി. നമ്മുടെയൊക്കെ പുതിയാപ്പാർക്ക് മനസ്സിലാവുന്നുണ്ടോ? വേഗം മനസ്സിലാവുന്നുണ്ട്. ഓ എന്തോ ഒരു പെരുസാണ്. മാണിക്കല്ലേ നിങ്ങൾ പ്രിയതമക്ക് വിഷമായി അറിയോ? അപ്പോ അതറിയും. അതാണ് ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ആത്മീയമായ സ്നേഹബന്ധല്ലേ. ഒരു ഭർത്താവിന്റെ മുഖത്ത് വിഷമം വന്നാല് എന്താണ് നിങ്ങളെ മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ട്, ഉള്ള പോലെ പറഞ്ഞോളി. ചില പറഞ്ഞാലും പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് പിന്നെ പറയാനും പറ്റും. ഏതായാലും പറഞ്ഞുകൊണ്ടുവന്നത്, ആയിഷ ഉമ്മാന്റെ മുഖത്ത് വിഷമം കണ്ടപ്പോ ഹബീബായ തങ്ങളുപ്പാപ്പ ചോദിച്ചു, എന്ത് പറ്റി ആയിഷു, നിങ്ങളെ മുഖം വല്ലാതെ വിഷമിച്ചിരിക്കുന്നുണ്ടല്ലോ. ആയിഷ ഉമ്മ പറഞ്ഞു, തങ്ങളെ എല്ലാവരും 2 അജറും കൊണ്ട് പോവാണ്. ഈ പാവം ആയിഷ മാത്രം 1 അജറും കൊണ്ടല്ലേ തങ്ങളെ പോകുന്നത്. ആ ഒരു വിഷമം കൊണ്ടാണ്. എല്ലാവർക്കും ഹജ്ജും കിട്ടി, ഉംറയും കിട്ടി. ആയിഷക്ക് ആകെ കിട്ടിയത് ഹജ്ജ് മാത്രമാണല്ലോ. ഹബീബായ തങ്ങൾ ഭാര്യമാരെ വിഷമം കണ്ടാൽ പിന്നെ അത് പരിഹരിച്ചിട്ടേ അടുത്ത പരിധി പോവുള്ളൂ. അതുകൊണ്ട് തന്നെ ആരംഭപ്പൂവായ തങ്ങളുപ്പാപ്പ നേരെ അവരുടെ സഹോദരനാവുന്ന ആയിഷ ഉമ്മയുടെ സഹോദരനാവുന്ന അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ മകൻ അവരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സഹോദരിയെ കൊണ്ടുപോവുക, എന്നിട്ട് നിങ്ങൾ ഇഹ്റാം ചെയ്ത് കൊടുത്ത് ഉംറ ചെയ്ത് പൂർത്തീകരിച്ചു കൊണ്ട് തിരിച്ചു വരിക. അപ്പോ അന്ന് ആയിഷ ഉമ്മ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത പവിത്രമായ ഒരു ഇടമാണ് ഈ കാണുന്ന മസ്ജിദ് ആയിഷ നിൽക്കുന്ന സ്ഥലം. നിങ്ങൾ ചിന്തിച്ചു നോക്കി.
ആയിഷ ഉമ്മക്ക് മാത്രമായിക്കൊണ്ട് ഹബീബിന്റെ ഭാര്യമാരിൽ ഖദീജ ഉമ്മക്ക് വരെ കിട്ടാത്ത പല ഭാഗ്യങ്ങളും ആയിഷ ഉമ്മക്കുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ അവസാന ഉംറയിൽ പറയട്ടെ എന്തായിരുന്നു ആയിഷ ഉമ്മക്ക് കിട്ടിയ മഹത്വം എന്തായിരുന്നു, എത്രത്തോളം സ്റ്റേജ് ലെവൽ മാറ്റമായിരുന്നു ആയിഷ ഉമ്മ ഉണ്ടായിരുന്നത്. അത് പറയുമ്പോൾ ഖദീജ ഉമ്മാന്റെ വേറെയാണ്, അത് വേറെ. പക്ഷെ ആയിഷ ഉമ്മ ആരായിരുന്നു വ്യക്തമായി പറയുമ്പോൾ മനസ്സിലാവും എന്താണ് ഈ സ്ഥലത്തിന്റെ മഹത്വം എന്നുള്ളത്. അന്ന് ആയിഷ ഉമ്മർക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി വന്ന പവിത്രമായ ഒരു ഇടം, അതാണ് മസ്ജിദ് ആയിഷ. അപ്പൊ ആ സ്ഥലത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉമ്മർക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി വന്നത്. അതുപോലത്തെ ആ മഹാനായ ഹുബൈബ് റളിയല്ലാഹുവിനെ കേട്ടിട്ടുണ്ടോ? ഹുബൈബ് റളിയല്ലാഹു തൂക്കിലിട്ടില്ലേ? ഹുബൈബ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനായിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ച സമയത്ത്. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ എന്തായി ശത്രുക്കളെ പല രൂപത്തിലും ആക്രമിച്ചു. ഹുബൈബ് റളിയല്ലാഹു അൻഹു പിന്മാറുന്നില്ല. ഹുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കിലേറ്റാൻ തീരുമാനിച്ചു. ഹുബൈബ് റളിയല്ലാഹു അൻഹു ഒന്ന് വന്നുകൊണ്ട് ശത്രുക്കൾ പറഞ്ഞു, ഹുബൈബേ എന്ത് കാര്യമുണ്ട്, ഈ ചെറുപ്രായം, ഒരു വിവാഹം പോലും നീ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എന്തിനാ നീ നിന്റെ നല്ലൊരു സമയം നഷ്ടപ്പെടുത്തുന്നത് ഹുബൈബേ എന്ന് ചോദിച്ചു. ഹുബൈബ് റളിയല്ലാഹു അൻഹു പിന്മാറിയില്ല. അവസാനം തൂക്കിലേറ്റുന്ന ദിവസം വന്നു. തൂക്കിലേറ്റാൻ സമയത്ത് ഹുബൈബ് റളിയല്ലാഹു അൻഹു അവസാനമായി പറഞ്ഞു, നീ മതം മാറണ്ട, ഒന്ന് ആ മുഹമ്മദിനെന്ന് ജസ്റ്റ് ഒന്ന് ചീത്ത പറഞ്ഞാൽ മതി, അത്രയെങ്കിലും മതി, എന്നാലെങ്കിലും ഞങ്ങൾ നിന്നെ തൂക്കലേറ്റുന്ന മാറ്റാം ഹുബൈബേ. നമ്മൾ നല്ല സന്തോഷത്തോടെ ജീവിച്ചതല്ലേ, മദ്യവും മദിരാശിയും പെണ്ണുമായിക്കൊണ്ട് എന്ത് സുന്ദരമായ ജീവിതമായിരുന്നു. അവിടെയല്ലേ നമ്മൾ നീ ഇസ്ലാം മതത്തേക്ക് പോയി ഇതെല്ലാം തടഞ്ഞുകൊണ്ട് നിൽക്കുന്നത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്? ഹുബൈബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഹുബൈബ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുപ്പാപ്പയുടെ സുന്ദരമായ ഈ ദീനിൽ നിന്ന് ഒരു അണുപോലും എന്തായില്ല, മാറാൻ തയ്യാറായില്ല. ഹുബൈബ് റളിയല്ലാഹുവിനെ തൂക്കിലേറ്റാൻ നിൽക്കുകയാണ്. ആ സമയത്ത് അമ്പ് കൊണ്ടുവന്നുകൊണ്ട് ഹുബൈബ് റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ പച്ച മാംസത്തിലേക്ക് കുത്തിക്കൊണ്ട് ഇറക്കി. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ഹുബൈബ് തങ്ങളുപ്പാപ്പയോട് പറഞ്ഞു, ഉറക്കെ ഹുബൈബേ, ഉറക്കെ കലിമ ചൊല്ലിക്കോളൂ, സന്തോഷിച്ചോളൂ, എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹുബൈബ് റളിയല്ലാഹുവിനോട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു. ഹുബൈബ് റളിയല്ലാഹു വലിയ ശബ്ദത്തോടെ വലിയ സന്തോഷത്തോടെ കലിമ ചൊല്ലിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയുകയാണ്. ആ വിട പറയുന്ന നിമിഷം ഹുബൈബ് തങ്ങളുപ്പാപ്പയുടെ തലങ്ങട് തിരിച്ചു, ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കേണ്ട വഫാത്താവേണ്ടതൊക്കെ. അത്രത്തോളം വലിയ സംഭവം നടന്ന സ്ഥലം കൂടിയാണ് ഈ കാണുന്ന മസ്ജിദ് ആയിഷയുടെ പരിസരം. അങ്ങനെയൊക്കെ ഉള്ള ഒരു നിലക്ക് വലിയ മഹത്വമുള്ളതും എന്നാൽ ഇവ പല പ്രതിസന്ധി നടന്നതുമായ സ്ഥലമാണ് മസ്ജിദ് ആയിഷയുടെ ഈ പരിസരം കേട്ടാ. അപ്പം അത് ഈ അതിർത്തി കാണിച്ചതിനായപ്പോ നമ്മൾ ഇങ്ങോട്ട് വന്നു കേട്ടാ. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ഉംറക്ക് ഇഹ്റാം ചെയ്യല്ലേ? അപ്പൊ എവിടെ ചെയ്യണേ? എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ എല്ലാവരും ഹറമിലുള്ളത്, ഹില്ലിലേക്ക് പോകണ്ടേ? എന്നാ ഒരു ഹില്ലിലേക്ക് പോവാ. ഈ അതിർത്തി ഉണ്ടല്ലോ, ഇതിനപ്പുറത്താവണം. സ്വപ്നം സാഫല്യം ഒരുങ്ങാം കൂടെ ഹസന ഹോളിഡേ വിശ്വ